ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സെനുദ്ദീൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതം. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലും ബീഹാറിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. മെയ് 25-നും ജൂൺ 1-നുമാണ് 6-7 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 അംഗങ്ങളെ സ്വന്തം നിലയിൽ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സർവകലാശാല സമർപ്പിച്ച പട്ടികയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹർജിക്കാരുടെ ഭാഗം കൂടി പരിഗണിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ സെനറ്റിലേക്ക് പുതിയ നാമനിർദ്ദേശം നടത്താൻ കോടതി നിർദ്ദേശിച്ചു. സർക്കാർ നിർദ്ദേശിച്ച 2 പേരുടെ നിയമനം ഹൈക്കോടതി ശരിവച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നതിനാൽ പട്ടികവർഗ മേഖലകളിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മലയോര മേഖലകളിൽ മഴ കനക്കുന്നതോടെ പല ഊരുകളും ഒറ്റപ്പെടാൻ ഇടയുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രൈബൽ ഓഫീസർമാരും പ്രമോട്ടർമാരും ഊരുകൾ സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കൊല്ലം നഗരത്തിലെ ഇന്ത്യൻ കോഫി ഹൌസ് മറ്റന്നാൾ പ്രവർത്തനം അവസാനിപ്പിക്കും. ജീവനക്കാരുടെ അപര്യാപ്തതയും വരുമാനത്തിലെ കുറവും മൂലമാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഇന്ത്യൻ കോഫി ഹൌസിന്റെ കൊല്ലം ബ്രാഞ്ച് ലാഭകരം അല്ലാത്തതിനാൽ ജൂലൈ 23 വ്യാഴാഴ്ച പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന നോട്ടീസ് കോഫി ഹൌസിന് മുന്നിൽ പതിപ്പിച്ചു. ജീവനക്കാരെ നിയമിക്കാൻ മാനേജ്മെന്റിന് താൽപര്യമില്ലാത്തതും കൂടുതൽ സാധ്യതയുള്ള ഉചിതമായ സ്ഥലത്തേക്ക് കോഫി ഹൌസ് മാറ്റാത്തതുമാണ് അടച്ചുപൂട്ടലിലേക്ക് എത്തിച്ചതെന്നാണ് കോഫി ഹൌസ് കൂട്ടായ്മയുടെ ആരോപണം. 6 പതിറ്റാണ്ടോളം കൊല്ലം നഗരത്തിൽ രുചിയോർമ്മകളും സൗഹൃദവേദിയും സമ്മാനിച്ച കോഫി ഹൌസാണ് ഓർമ്മയാകുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹാൻ ഒന്നാമൻ മെത്രാപ്പൊലിത്തയുടെ ഖബറടക്കം നിരണം സെന്റ് തോമസ് ഈസ്റ്റേൺ കത്തീഡ്രലിൽ നടന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ സാമുവൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മറ്റന്നാളും ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. മഴ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേരള തീരത്തും ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. തിരുവനന്തപുരത്താണ് യോഗം. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പുറത്തുനിന്നും ശീതളപാനീയങ്ങളും ഭക്ഷണവും കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലിനമായ കുടിവെള്ളത്തിന്റെ ഉപയോഗം, പച്ചവെള്ളം കുടിക്കുന്ന ശീലം, പുറമേ നിന്നുള്ള ഭക്ഷണത്തിന്റെയും ശീതളപാനീയങ്ങളുടെയും ഉപയോഗം, ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ നിർമ്മിക്കുന്ന ഐസിന്റെ ഉപയോഗം, ശുചിത്വക്കുറവ് എന്നീ കാരണങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. വിവാഹങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കും തിളപ്പിക്കാത്ത വെള്ളത്തിൽ തയ്യാറാക്കുന്ന വെൽക്കം ഡ്രിങ്കുകൾ നൽകുന്നത്, ചൂടുവെള്ളത്തോടൊപ്പം പച്ചവെള്ളം ചേർത്ത് കുടിവെള്ളം നൽകുന്നത് എന്നിവ രോഗം കൂടുന്നതിന് കാരണമാകുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. IPL ക്രിക്കറ്റിലെ ഫൈനൽ യോഗ്യതാ മത്സരങ്ങൾക്ക് തുടക്കമായി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 12 ഓവർ പിന്നിട്ടപ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് 110 റൺസ് എടുത്തു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ പ്രാഥമികമായി കേൾക്കേണ്ടത് ഇന്റേണൽ കമ്മിറ്റിയാണെന്ന് കേരള വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാ രവീന്ദ്രൻ. ഇന്റേണൽ കമ്മിറ്റി സമയബന്ധിതമായി രൂപീകരിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 50,000 രൂപ വരെ പിഴ ചുമത്താനാകുമെന്നും കമ്മീഷൻ അംഗം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പുതുക്കിയ സർക്കുലർ ഹാജരാക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. മേഘാലയയിലെ ചിറാപുഞ്ചിയിലെ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ച അതോളി സ്വദേശിയായ സൈനികന് ജന്മനാടിന്റെ യാത്രാമൊഴി വെസ്റ്റ് ഹിൽ പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മഴക്കെടുതികൾ നേരിടാൻ തിരുവനന്തപുരം നഗരസഭ സജ്ജമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. അടിയന്തര സാഹചര്യത്തിൽ JCB, പമ്പ് സെറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ആവശ്യമെങ്കിൽ വാടകയ്ക്കെടുത്ത് പ്രവൃത്തി നിർവഹിക്കുന്നതിന് മേയർ നിർദ്ദേശം നൽകി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് നഗരസഭാ ജീവനക്കാർ ഇടപെട്ട് പരിഹരിച്ചതായി മേയർ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നിർമ്മാണം പുരോഗമിക്കുന്ന റോഡുകൾ ജൂൺ 15-നകം സഞ്ചാരയോഗ്യമാക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.